അഞ്ചാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന പേരുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു പ്രത്യേകതരം ടേം ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. സോ പുതിയൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇത്രയും കഴിഞ്ഞ ബ്രിട്ടീഷ് ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. എന്നാൽ ഈ ഒരു യൂണിറ്റ് അതുപോലെയല്ല. നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന ചില പ്രത്യേക ടേംസുകളൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതായത് 16-ാം നൂറ്റാണ്ടിൽ, ഓക്കെ ശ്രദ്ധിക്കണം, 16-ാം നൂറ്റാണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച് പിന്നീട് അഥവാ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് ഒരുപാട് ഡ്രാമകളും അതുപോലെ തന്നെ പാംപ്ലെറ്റ്സും എല്ലാം തന്നെ എഴുതി ഫേമസ് ആയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മനസ്സിലായോ? ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് 16-ാം നൂറ്റാണ്ട് കാലഘട്ടത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും പഠനം പൂർത്തിയാക്കി അഥവാ പഠനം അവസാനിച്ചതിന് ശേഷം പിന്നീട് ഒരുപാട് ഫേമസ് ആയ അല്ലെങ്കിൽ ഇന്നും ഇംഗ്ലീഷ് ഡ്രാമയിൽ അഥവാ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പ്രൊമിനന്റ് ആയി നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഡ്രാമകളും പാംപ്ലെറ്റ്സും എഴുതി അത്തരത്തിൽ ഫേമസ് ആയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെയാണ് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ക് കൂട്ടുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ജോർജ് സെയിൻസ്ബറി ആണ്. ഓക്കെ, ജോർജ് സെയിൻസ്ബറി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടേം ഇവിടെ കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം. ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ അഥവാ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫീനെ കുറിച്ചല്ല ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം 1580-കൾ ആ ഒരു കാലഘട്ടത്തിൽ ഡ്രാമാസ്, മനസ്സിലായോ? ഡ്രാമാസിന് വന്ന അല്ലെങ്കിൽ വരുത്തിച്ച മാറ്റങ്ങളെയാണ് ഇവിടെ ആക്ച്വലി യൂണിവേഴ്സിറ്റി വിറ്റ്സ് കൊണ്ട് ഡെപിക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഇൻഡിവിജ്വലിന്റെയും ആ ഇൻഡിവിജ്വൽ ജീവിച്ച കാലഘട്ടത്തെയും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയെ കുറിച്ചൊന്നും അല്ല ഇവിടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 1580 കാലഘട്ടങ്ങളിൽ ഡ്രാമയിൽ വന്ന മാറ്റം അല്ലെങ്കിൽ ഡ്രാമയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ അത് എത്തരത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ കുറച്ച് പീപ്പിൾസ് ഇൻക്ലൂഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലെ. സോ നമുക്ക് ഇനി ആരൊക്കെയാണ് അത് നോക്കാം. ആക്ച്വലി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച ക്രിസ്റ്റഫർ മാർലോ, അതേപോലെ തന്നെ റോബർട്ട് ഗ്രീൻ, അതേപോലെ തോമസ് നാഷ്, ഇങ്ങനെ 3 പേര്. ഓക്കെ, അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഈ 3 പേരും മാത്രമല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജോർജ് പീലി, തോമസ് ലോഡ്ജ്, അതുപോലെ തന്നെ ജോൺ ലൈലി. മനസ്സിലായല്ലോ? ഇങ്ങനെ ഇത്രയും പേര് അടങ്ങിയ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്? യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവർ കൂടാതെ വില്യം ഷേക്സ്പിയറും ഇത്തരത്തിൽ വേറെ കുറച്ച് ആൾക്കാർ കൂടി ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ആണ്. നമുക്കിനി നോക്കാം. അതായത് ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഞാൻ ഇത്രയും പറഞ്ഞ ഇത്രയും ആൾക്കാർ അവർ ആരാണ്, അല്ലെങ്കിൽ അവർ ഏത് തരത്തിലുള്ള രീതിക്കാണ് ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിലുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്താന്ന് വെച്ചാൽ ഇവർക്കൊക്കെ വളരെ ഭംഗിയേറിയ അല്ലെങ്കിൽ കുറെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയ ഒരു കരിയർ ആയിരുന്നു ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേജിന്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ഓഡിയൻസ് കാണികൾ അവരുടെ ഇമ്പോർട്ടൻസും അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഡ്രാമയിൽ മാറ്റം വരുത്തിയ ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, സോ ഇവരുടെയൊക്കെ കാലഘട്ടത്താണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ മൂലമാണ് ആക്ച്വലി ഇംഗ്ലീഷ് ഡ്രാമ അതിന്റെ ഉന്നതങ്ങളിൽ എത്തിയത് അഥവാ തിളങ്ങി നിന്നത്. മനസ്സിലായല്ലോ. സോ നമുക്ക് നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയല്ലോ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് ആൾക്കാരും അവരുടെ യഥാർത്ഥത്തിൽ അവർ ഏത് തരത്തിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ജോൺ ലൈലി. ഓക്കെ, അതായത് 1554 ജനിച്ച അദ്ദേഹം 1606 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന അദ്ദേഹമാണ് ആര്? ജോൺ ലൈലി. ഓക്കെ, സോ ഇദ്ദേഹം നോക്കാം. ഇദ്ദേഹത്തെയാണ് നമ്മൾ ദി ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രോസ് സ്റ്റൈലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രോസ് സ്റ്റൈലിസ്റ്റ്. ഓക്കെ, ഇംഗ്ലീഷ് ഗദ്യത്തെ ആദ്യകാല ഇംഗ്ലീഷ് ഗദ്യത്തെ അഥവാ സ്റ്റൈലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ജോൺ ലൈലിയാണ്. മനസ്സിലായല്ലോ. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് കോമഡികളിൽ പ്രോസ് ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്തത്. അതായത് ഗദ്യമായ ഡയലോഗ്സുകളൊക്കെ ഇവര് ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത് ആരാണ്? ജോർജ് ലൈലിയാണ്. ഇദ്ദേഹത്തിന്റെ പ്ലേ റൈറ്റ്സും എല്ലാം തന്നെ വളരെ വളരെ എന്തായിരുന്നു? യുണീക്ക് ആയിരുന്നു. അതായത് ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. മനസ്സിലായല്ലോ. മാത്രമല്ല ഇദ്ദേഹം റൊമാൻറ്റിക് കോമഡി എന്ന് പറഞ്ഞ ആ ഒരു തീമിനെ കുറെ കൂടി ഷേപ്പ് ചെയ്ത് നമ്മുടെ മുൻപിൽ പോളിഷ് ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ് ആര്? ജോൺ ലൈലി. മനസ്സിലായല്ലോ. ഇതൊക്കെ കുറെ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. മാത്രമല്ല നമുക്ക് നോക്കാം, ഇദ്ദേഹം 1583 ഒരു ബ്ലാക്ക് ഫ്രയാസ് തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്ററിൽ ഇദ്ദേഹം ജോയിൻ ചെയ്യുകയും ആ തിയേറ്ററിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കായ കാംപാസ്പി ആൻഡ് സാഫോ ആൻഡ് ഫോ എന്ന് പറഞ്ഞ ഒരു വർക്ക് ഇദ്ദേഹം അല്ലെങ്കിൽ ഒരു പ്ലേ ഇദ്ദേഹം ഈ തിയേറ്ററിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രൊമിനന്റ് ആയിട്ടുള്ള വർക്ക്സുകൾ നമുക്ക് നോക്കാം. എൻജിമിയോൺ, അതുപോലെ തന്നെ ദി വുമൺ ഇൻ ദ മൂൺ, അതായത് 1595 ഇദ്ദേഹം പുറത്താക്കിയാണ്. അതായത് ദി വുമൺ ഇൻ ദ മൂൺ. ഈ കൂട്ടത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉത്തമം അഥവാ ഏത് കാലം എവർഗ്രീൻ എന്ന് നമുക്ക് വിശദീകരിക്കാം. എവർഗ്രീൻ ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് എൻജിമിയോൺ. എൻജിമിയോൺ ആണ് നമ്മൾ ഇപ്പോഴും എവർഗ്രീൻ ആയിട്ടും ഇദ്ദേഹത്തിന്റെ വർക്കുകളിൽ വെച്ച് ഏറ്റവും ദി ഫൈനസ്റ്റ് ഭയങ്കര അത്യുത്തമം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കോമഡിയാണ് എൻജിമിയോൺ എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലുള്ള രീതിക്കാണ് ജോൺ ലൈലി അദ്ദേഹം നമ്മുടെ ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് ഇത്തരത്തിലാണ് ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത്. മനസ്സിലായല്ലോ. അതായത് ഇദ്ദേഹമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രോസ് സ്റ്റൈലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹമാണ് റൊമാൻറ്റിക് കോമഡിക്ക് ഷേപ്പ് കൊടുത്തൊന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർക്കൊന്ന് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് അല്ലെ. അതേപോലെ തന്നെ ഇദ്ദേഹമാണ് ഇംഗ്ലീഷ് കോമഡികളുടെ ഇടയിലേക്ക് പ്രോസ് ഡയലോഗ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തത് ആരാണ്? ആദ്യമായി ഇൻക്ലൂഡ് ചെയ്തത് ജോൺ ലൈലിയാണ്. മനസ്സിലായി. പിന്നെ നമ്മൾ എന്താണ് ഇദ്ദേഹം വർക്ക് ചെയ്ത തിയേറ്ററിന്റെ പേര് എന്താണ്? ബ്ലാക്ക് ഫ്രയാസ് തിയേറ്റർ അല്ലെ. ഈ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്ക്സ് അഥവാ പ്ലേസ് ഇദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചു. മനസ്സിലായല്ലോ. ഇത്രയും പോയിന്റ്സുകളാണ് നിങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്കിനി അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് നോക്കാം. ജോർജ് പീലി. ഈ പേര് നിങ്ങൾ കേൾക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതായത് ലിറ്ററേച്ചറിലൊക്കെ ലിറ്ററേച്ചറിന്റെ പേപ്പറിൽ നമ്മൾ ഒരുപാട് കേട്ടൊരു പേരാണ് ജോർജ് പീലി. ഇദ്ദേഹം 1556 മുതൽ 1597 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം, ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം. ഇദ്ദേഹത്തിന്റെ വർക്ക്സ് എന്ന് പറഞ്ഞ ഒരുപാട് വെറൈറ്റികൾ അർഹിക്കുന്ന ഒരു വർക്കാണ് ഇദ്ദേഹത്തിന്റെ. മാത്രമല്ല ഇദ്ദേഹം എലിസബത്തൻ പീരിയഡിൽ അഥവാ ക്വീൻ എലിസബത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അഥവാ രാജ്ഞിയെ പോലെ തന്നെ സാധാരണ ജനങ്ങളെയും ഒരുപാട് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡ്രാമാസിൽ ഒരുപാട് നല്ല കുറെ എന്റർടൈൻമെന്റ് കൂട്ടാൻ വേണ്ടി ഒരുപാട് കുറെ നല്ല സോഴ്സുകൾ കൂടി ഇദ്ദേഹം എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഡ്രാമാസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന അഥവാ ഇദ്ദേഹം പ്രധാനമായിട്ടും എഴുതുന്ന
ടോപ്പിക്കുകളാണ് എന്ത് പാസ്റ്ററൽ, അതേപോലെ തന്നെ ബിബ്ലിക്കൽ ആൻഡ് ദെൻ ഹിസ്റ്ററിക്കൽ പ്ലേസ്. ഇത്തരത്തിൽ ഈ 3 ടോപ്പിക്കുകളായിട്ട് റിലേറ്റ് ചെയ്ത രീതിക്കാണ് ഇദ്ദേഹം പലപ്പോഴും എന്ത് ചെയ്യാറ്, ഇദ്ദേഹം എഴുതാറ്. ഇനി നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ഇന്നും നമുക്ക് ഏറെ പരിചിതമായ അഥവാ നമ്മൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വർക്ക്സുകൾ നമുക്ക് നോക്കാം. അതായത് ഓൾഡ് വൈസ് ടെയിൽസ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വർക്ക്സുകൾ വെച്ച് ഏറ്റവും പ്രൊമിനന്റ് ആയ അല്ലെങ്കിൽ ദ ഫൈനസ്റ്റ് വൺ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ത്, ദി ഓൾഡ് വൈസ് ടെയിൽസ്. അതേപോലെ തന്നെ നമുക്ക് നോക്കാം ദി ഫേമസ് ക്രോണിക്കൽ ഓഫ് കിങ് എഡ്വാർഡ്. Okay, the famous chronicle of King Edward. അതേപോലെ തന്നെ ബാത്ഷീബ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ദി ഓൾഡ് വൈസ് ടെയിൽസ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജോർജ് പീലിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രൊമിനന്റ് ആയിട്ടുള്ള വർക്ക്സ്. ഇതുകൂടാതെ മറ്റും ഒരുപാട് വർക്ക്സുകൾ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വർക്ക്സുകളിൽ വെച്ച് ഏറ്റവും പ്രൊമിനന്റ് ആയ വർക്ക്സുകളാണ് ഇതെല്ലാം. മനസ്സിലായല്ലോ? സോ ഇദ്ദേഹം ഈ ഒരു രീതിക്കാണ് ഡ്രാമേനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. മനസ്സിലായി? ഇദ്ദേഹം ആരാണ്? ഒരു യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ ഒരു അംഗം കൂടിയാണ്. ഓക്കെ, സോ മറക്കണ്ട, നമ്മൾ അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ഒരു വ്യക്തിയാണ്, അഥവാ യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ അടുത്ത ഒരു അംഗമാണ് ആര്? റോബർട്ട് ഗ്രീൻ. ആരാണ്? റോബർട്ട് ഗ്രീൻ. 1556 മുതൽ 1596 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം. മനസ്സിലായല്ലോ? റോബർട്ട് ഗ്രീൻ. ഇദ്ദേഹം ആക്ച്വലി ജോൺ ലൈലിയെ പോലെ തന്നെ ഇദ്ദേഹം ഒരു പ്ലേ റൈറ്റർ ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ആര് കൂടിയാണ്? ഒരു നോവലിസ്റ്റ് കൂടി ആണ്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം ഇദ്ദേഹം പാസ്റ്ററൽ, അതേപോലെ തന്നെ ഹിസ്റ്ററിക്കൽ ആൻഡ് മെലോഡ്രാമ, ട്രാജഡി, അതേപോലെ തന്നെ ഫോക്ക് പ്ലേ, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളായിട്ടാണ് ആര് റിലേറ്റ് ചെയ്ത് അഥവാ ആര് എഴുതിയിരുന്നത്? റോബർട്ട് ഗ്രീന് എഴുതിയിരുന്നത്. നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് ദി കോമിക്കൽ ഹിസ്റ്ററി ഓഫ് അൽഫോൺസസ്, അതേപോലെ തന്നെ ഫ്രിയ ബേക്കൺ ആൻഡ് ഫ്രിയ ബെങ്കെ ആൻഡ് ജെയിംസ് നാലാമൻ. ഓക്കെ, സോ ഇത്തരത്തിലൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വർക്ക്സ്. പ്രധാനമായിട്ടും ഇദ്ദേഹം ട്രാജഡി, ട്രാജിക് കോമഡി, അങ്ങനെ ഇത്തരത്തിലുള്ള ട്രാജഡി ടോപ്പിക്സുകളായിട്ടൊക്കെ ഇദ്ദേഹം എന്തായിരുന്നു, ഇദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമായിരുന്നു ആ ഒരു ടോപ്പിക് കൊണ്ട് എഴുതാനൊക്കെ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏറെക്കുറെ ജോൺ ലൈലിയെ പോലെ തന്നെ റൊമാൻറ്റിക് കോമഡിക്കും കൂടി ഇദ്ദേഹം ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. മാത്രമല്ല റൊമാൻറ്റിക് കോമഡിയിലുള്ള ചില പ്രത്യേക ഭാഗങ്ങളിലൊക്കെ ഇദ്ദേഹം ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻ, ആൾക്കാരെ കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻ ഇദ്ദേഹം റൊമാൻറ്റിക് കോമഡിക്ക് നൽകിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, സോ ആക്ച്വലി യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട പേരാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? ക്രിസ്റ്റഫർ മാർലോ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1564 മുതൽ 1593 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആരുടേത്? ക്രിസ്റ്റഫർ മാർലോവിന്റേത്. ഇദ്ദേഹത്തെ നമ്മൾ ദി സെന്റർ സൺ ഓഫ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. അതായത് യഥാർത്ഥത്തിൽ തിളങ്ങുന്ന സൂര്യൻ. ഓക്കെ, യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ തിളങ്ങുന്ന സൂര്യനായിട്ടാണ് നമ്മൾ ആരെ കണക്കൂട്ടുന്നത്? ക്രിസ്റ്റഫർ മാർലോയെ കണക്കൂട്ടുന്നത്. അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഡ്രാമയുടെ യഥാർത്ഥ സ്ഥാപകനായിട്ട്, ഔദ്യോഗികമായി യഥാർത്ഥ സ്ഥാപകനായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് ആരെ മാത്രമാണ്? ക്രിസ്റ്റഫർ മാർലോയെ മാത്രമാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഡ്രാമയുടെ യഥാർത്ഥ സ്ഥാപകനായിട്ട്. ഓക്കെ, അങ്ങനെയാണ് ഇദ്ദേഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഇദ്ദേഹം ജനിച്ചത് ഒരു ഷൂമേക്കറിന്റെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തിരുന്നു. അതായത് കോർപ്പസ് ക്രിസ്റ്റിസ് കോളേജിലെ, അതായത് കേംബ്രിഡ്ജിലുള്ള ഒരു കോളേജാണിത്. സോ ഈ ഒരു കോളേജിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നായിരുന്നു? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്നുകൊണ്ടെങ്കിൽ ഇദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടി കംപ്ലീറ്റ് ചെയ്തു. അതായത് 1584 വർഷത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി കൂടി ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം ഇദ്ദേഹം റൊമാൻറ്റിക് ഡ്രാമയിൽ ഇദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്ത ഒരു ആളായിരുന്നു. മാത്രമല്ല റൊമാൻറ്റിക് ഡ്രാമയെ പോലെ തന്നെ ഇദ്ദേഹം ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ട്രാജഡി അഥവാ ട്രാജിക്. ട്രാജഡി അഥവാ ദുരന്തം എന്നാണ് അതിനർത്ഥം. നമ്മൾ
പഠിച്ചിട്ടുണ്ട് ഡ്രാമേന്റെ ഒരുപാട് വേർഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രാമകൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ലിറ്ററേച്ചർ ബുക്കിൽ അല്ലെ. സോ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതായത് ട്രാജഡി ആ ഒരു ടോപ്പിക്കിൽ ഇദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിരുന്നു? ക്രിസ്റ്റഫർ മാർലോവിന് ഈ കാലം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇദ്ദേഹത്തിന് കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകളെ നമുക്ക് നോക്കാം. അതായത് ദി ട്രാജഡി ഓഫ് ദിഡോ ആൻഡ് അതുപോലെ തന്നെ ഡോക്ടർ ഫൗസ്റ്റസ്, അതേപോലെ എഡ്വാർഡ് സെക്കൻഡ് ആൻഡ് ദി ജൂ ഓഫ് മാൾട്ട. ഇത്തരത്തിൽ കുറച്ച് വർക്ക്സുകളാണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ക്രിസ്റ്റഫർ മാർലോ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇതൊക്കെയാണ് എന്നതിലുപരി ഇദ്ദേഹം ആരാണ്? യഥാർത്ഥ ഇംഗ്ലീഷ് ഡ്രാമയുടെ സ്ഥാപകനാണ് ആര്? ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, സോ അത്രയും വലിയ സ്ഥാനമാണ് നമ്മുടെ ഇംഗ്ലീഷ് അഥവാ ഹിസ്റ്ററിയിൽ, ലിറ്ററേച്ചറിൽ വന്ന ഹിസ്റ്ററിയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഇത്രയും എന്താണ്? വലുതാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ മറ്റൊരു അംഗത്തെ കുറിച്ച്, മറ്റ് രണ്ട് അംഗത്തെ കുറിച്ച് നമുക്ക് നോക്കാം, അംഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. തോമസ് ലോഡ്ജ്, അതായത് 1557 കാലഘട്ടം മുതൽ 1625 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന തോമസ് ലോഡ്ജ്, അതേപോലെ തന്നെ തോമസ് നാഷ്. ഓക്കെ, ഇദ്ദേഹം 1567 മുതൽ 1601 ആ ഒരു കാലഘട്ടം വരെ തോമസ് നാഷെ എന്ത് ചെയ്തിരുന്നു? ജീവിച്ചിരുന്നു. ഓക്കെ, ഇനി ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ ഒരിക്കലും എന്തല്ല, നമുക്ക് നെഗ്ലക്ട് ചെയ്ത് വിടാവുന്ന അത്രയും മോശമല്ല ഇവരുടെ കോൺട്രിബ്യൂഷൻ. ഒരുപാട് ബാക്കിയുള്ളവരെ പോലെ തന്നെ ഒരുപാട് കുറച്ച് നല്ല കോൺട്രിബ്യൂഷൻ ആരും നൽകിയിട്ടുണ്ട്. തോമസ് ലോഡ്ജും അതേപോലെ തന്നെ തോമസ് നാഷയും ഇത് രണ്ടുപേരും നൽകിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ലോഡ്ജിന്റെ അഥവാ തോമസ് ലോഡ്ജിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് ദി വോൺസ് ഓഫ് സിവിൽ വാർ. ഓക്കെ, അതുവരെയും ലിറ്ററേച്ചറിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമേറിയ ഒരു വർക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ ദി വോൺസ് ഓഫ് സിവിൽ വാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വെറൈറ്റി അർഹിക്കുന്ന മറ്റൊരു പ്രതിച്ഛായ തന്നെ, ലിറ്ററേച്ചറിന്റെ പ്രതിച്ഛായ തന്നെ മാറുകയും പുതിയൊരു രൂപത്തിൽ ആ റൈറ്റിംഗ്, എഴുത്തിൽ പുതിയൊരു മാറ്റം കാണാൻ ഈ ഒരു വർക്കിന്, അതായത് തോമസ് ലോഡ്ജിന്റെ ഈ ദ വോൺസ് ഓഫ് സിവിൽ വാറിന് എന്ത് ചെയ്തു? സാധിച്ചിരുന്നു. മനസ്സിലായല്ലോ. ഇദ്ദേഹം എന്താണ്, ഒരുപാട് നോവലുകളും പ്ലേസും അതേപോലെ തന്നെ പോയംസ്, കവിതകളും ഇദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? രചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത ആളെ കുറിച്ച് നോക്കാം. തോമസ് നാഷെ അല്ലെ, അതായത് 1567 കാലഘട്ടം മുതൽ 1601 ആ ഒരു കാലഘട്ടം വരെ ജീവിച്ച തോമസ് നാഷെ. ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആരാണ്? ഒരു പാംപ്ലെറ്റേറും അതേപോലെ തന്നെ ഒരു സ്റ്റോറി റൈറ്റർ കൂടിയാണ്. ആര്? തോമസ് നാഷെ. ഇദ്ദേഹം ഒരുപാട് നോവലുകളൊക്കെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ദി അൺഫോർച്ചുനേറ്റ് ട്രാവലർ. ഓക്കെ, ദി അൺഫോർച്ചുനേറ്റ് ട്രാവലർ അല്ലെ, ഈ ഒരു നോവൽ നിങ്ങൾ കേൾക്കാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതായത് ദി അൺഫോർച്ചുനേറ്റ് ട്രാവലർ എന്ന് പറഞ്ഞ ഈ പുസ്തകം കുറെ കൂടി ഫേമസ് ആയത്, ഇന്നും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ് ദി അൺഫോർച്ചുനേറ്റ് ട്രാവലർ. ഓക്കെ, അതായത് 1594 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇത് എഴുതി റിലീസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. സോ നമുക്കിനി അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് നോക്കാം. അതായത് തോമസ് കൈഡ്, അതായത് 1558 കാലഘട്ടം മുതൽ 1594 കാലഘട്ടം വരെ ജീവിച്ച ഒരു വ്യക്തിയാണ് ആര്? തോമസ് കൈഡ്. മാത്രമല്ല യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ട്രാജഡിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നത്. അതായത് തോമസ് കൈഡ് ഇടപെട്ടപ്പോൾ അല്ലെങ്കിൽ തോമസ് കൈഡിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് മൂലമാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ട്രാജഡിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിച്ചു. മനസ്സിലായി. ഇദ്ദേഹം ഒരുപാട് ഡ്രാമാസ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ സർവൈവിംഗ് ഡ്രാമയായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് ഏത് മാത്രമാണ്? ദി സ്പാനിഷ് ട്രാജഡി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് മാത്രമാണ് ഈ കൂട്ടങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളൂ. എന്നാൽ ഈ സ്പാനിഷ് ട്രാജഡി എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രാമ യഥാർത്ഥത്തിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിരുന്നു. മാത്രമല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറി അല്ലെങ്കിൽ ഒരു അത്രയും ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന ഒരു ഡ്രാമ കൂടിയായിരുന്നു ദി സ്പാനിഷ് ട്രാജഡി. ഓക്കെ, തോമസ് കൈഡിന്റെ ദി സ്പാനിഷ് ട്രാജഡി. ഓക്കെ, സോ നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ് ഡ്രാമകളിൽ റിവെഞ്ച്, പ്രതികാരം എന്ന് പറഞ്ഞ ആ ഒരു തീം ഡ്രാമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് തന്നെയാണ്? തോമസ് കൈഡ് ആണ് അല്ലെ.
ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനിൽ ഒന്നായി നമ്മൾ കണക്കൂട്ടുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, റിവെഞ്ച് എന്ന് പറഞ്ഞ തീം, പ്രതികാരം എന്ന ആ ഒരു തീമിൽ ഡ്രാമകൾ എഴുതാൻ അല്ലെങ്കിൽ ആ ഒരു തീമിൽ ഒരുപാട് ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു? തോമസ് കൈഡ് ഫോക്കസ് ചെയ്തിരുന്നു. മനസ്സിലായല്ലോ? സോ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക് ഏതാണ്? ദി സ്പാനിഷ് ട്രാജഡി. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇനി അടുത്ത ഒരു വ്യക്തി അഥവാ യൂണിവേഴ്സിറ്റി വിക്സിലെ മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എഡ്മണ്ട് സ്പെൻസർ. ഈ പേരൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. സ്പെൻസറിയൻ സോണറ്റുകൾ അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ലിറ്ററേച്ചറിന്റെ ബുക്കിൽ നമ്മൾ പഠിച്ചതാണ്. സോ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഇദ്ദേഹത്തെ നമ്മൾ നോക്കി കാണണം, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം. നമുക്ക് നോക്കാം. 1552 കാലഘട്ടം മുതൽ 1599 കാലഘട്ടം വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം, അല്ലെങ്കിൽ ഇദ്ദേഹം ജീവിച്ച കാലഘട്ടമായി നമ്മൾ കണക്കൂട്ടുന്നത്. സോ നമുക്ക് നോക്കാം. ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ നിന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? പഠിച്ച് പുറത്തിറങ്ങിയത്. മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു പോയറ്റ് കൂടിയാണ്, ഒരു കവി കൂടിയാണ് ആര്? എഡ്മണ്ട് സ്പെൻസർ. നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ദി ഫെയറി ക്വീൻ. ഓക്കെ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ ഏറ്റവും ദി ഗ്രേറ്റസ്റ്റ് വൺ ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്ന ഇദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് എന്ത്? ദി ഫെയറി ക്വീൻ എന്ന് പറയുന്നത്. നോക്കാം. മാത്രമല്ല ഈ ഒരു കവിതയിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത് കുറച്ചുകൂടി എലഗന്റ് ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലായിരുന്നു ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ആ ഒരു എലഗന്റ് ആയിട്ടുള്ള അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു ശൈലിയാണ് നമ്മൾ ഇന്ന് എന്ത് പേരിട്ട് വിളിക്കുന്നത്? സ്പെൻസറിയൻ സ്റ്റാൻസ എന്ന് വിളിക്കുന്നത് അല്ലേ? സ്പെൻസറിയൻ സ്റ്റാൻസ, അതായത് സ്റ്റാൻസ വിത്ത് 9 ലൈൻസ്, 9 വരികളോ അടങ്ങിയിട്ടുള്ള ആ ഒരു വരിയെ നമ്മൾ എന്ത് പറയുന്നു? സ്പെൻസറിയൻ സ്റ്റാൻസ എന്ന് പറയും. ഇതിന്റെ റൈം സ്കീം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ABA and BBC BCC ഇത്തരത്തിലാണ് ഇതിന്റെ റൈം സ്കീം വരുന്നത്. ഓക്കെ, സ്പെൻസറിയൻ ലൈൻസ് മാത്രമല്ല നമുക്കറിയാം അല്ലേ, സ്പെൻസറിയൻ സ്റ്റാൻസ, അതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ നമുക്ക് നോക്കാം. ആക്ച്വലി റിനൈസൻസ്, അതായത് ഇംഗ്ലീഷ് ലിറ്റററി റിനൈസൻസ്, അതായത് ഏകദേശം റിനൈസൻസ് കാലഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത്, നമ്മുടെ ഒരു കാലഘട്ടം, ആ സമൂഹം റിനൈസൻസിലേക്ക് കടക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ നിലവിൽ വന്ന ഒരു വർക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ ദ ഷിപ്പാർഡ്സ് കലണ്ടർ. ഓക്കെ, അതായത് 1579 മുതൽ 80 ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ വന്ന ഒരു പുസ്തകമടയിൽ ഈ ഇദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് എന്ത്? ഷിപ്പാർഡ് കലണ്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു വർക്കിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കൂട്ടുന്നത്? ഇംഗ്ലീഷ് ലിറ്റററി റിനൈസൻസിന്റെ ആദ്യത്തെ ഒരു വർക്കായിട്ട്, അഥവാ ആദ്യത്തെ ഒരു ഫസ്റ്റ് വർക്ക്, ആദ്യത്തെ വർക്കായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് എഡ്മണ്ട് സ്പെൻസറിന്റെ എന്താണ്? ഈ ഒരു ദ ഷിപ്പാർഡ് കലണ്ടർ എന്ന് പറഞ്ഞ ഒരു വർക്കാണ്. ഓക്കെ, റിനൈസൻസ് തുടങ്ങുമ്പോൾ, റിനൈസൻസിന്റെ തുടക്കത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിനൈസൻസിന്റെ ആ തുടക്കത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു വർക്കാണ് എന്ത്? ദ ഷിപ്പാർഡ് കലണ്ടർ. മനസ്സിലായല്ലോ? മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരുപാട് പോയറ്റിക് അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ സാധിച്ച ഒരു കവിയാണ് ആര്? എഡ്മണ്ട് സ്പെൻസർ. നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരുപാട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരുപാട് എപ്പിക്കുകള്, എലജീസ്, അതുപോലെ തന്നെ സോണറ്റുകൾ അല്ലെ. നമുക്കറിയാം സ്പെൻസറിയൻ സോണറ്റിന്റെ ഒക്കെ പ്രത്യേകതകൾ പഠിച്ചതാണ്. സോ സോണറ്റുകൾ ആൻഡ് അതേപോലെ തന്നെ ഒരുപാട് പോയട്രിയിലുള്ള ഒരുപാട് കുറെ വർക്ക്സുകളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഇദ്ദേഹം കമ്പോസ് ചെയ്ത കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സിലൂടെ നമുക്ക് കിടക്കാം. അതായത് 4 ഹൈമൻസ് ആൻഡ് പ്രോതലാമിയൻ ആൻഡ് ഓൾസോ എപ്പിതലാമിയൻ. ഇത്തരത്തിൽ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എപ്പിതലാമിയൻ മുഴുവനായിട്ടും നമുക്ക് ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചറിന്റെ ഒരു പുസ്തകത്തിലാണ് നമുക്കത് പഠിക്കാനുള്ളത്. എപ്പിതലാമിയൻ മുഴുവനായിട്ടും ആ പോയം നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലാണ് എഡ്മണ്ട് സ്പെൻസർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് എന്ത് ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കും, ദ പ്രിൻസ് ഓഫ് പോയറ്റ്സ് ഓഫ് ഹിസ് ടൈം. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ കവികളുടെ ഇടയിലുള്ള രാജകുമാരൻ, കവിതകളുടെ രാജകുമാരൻ എന്നൊക്കെ നമ്മൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? പേരിട്ട് വിളിക്കുന്നു. മാത്രമല്ല ചാൾസ് ലാംബ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇദ്ദേഹത്തെ പോയറ്റ് എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതായത് കവികളുടെ കവി എന്ന് ഇദ്ദേഹത്തെ
ഈ ചാൾസ് ലാംബ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സോ അത്രയും മനോഹരമായ കുറെ കോൺട്രിബ്യൂഷൻ ആണ് ഇദ്ദേഹം നൽകിയത് എന്ന് നമുക്ക് ഈ ഒരു ഇതിലൂടെ തന്നെ നമുക്ക് എന്താവാം, മനസ്സിലാവാം. ഇനി യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അംഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അദ്ദേഹമാണ് സർ വാൾട്ടർ റാലി. ഓക്കെ, ഇദ്ദേഹം 1554 കാലഘട്ടം മുതൽ 1618 കാലഘട്ടം വരെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ജീവിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ നമ്മൾ എന്തായിട്ടാണ് കണക്കൂട്ടുന്നത് എന്ന് നോക്കിയാൽ, അതായത് ദി ലാസ്റ്റ് ട്രൂ റിനൈസൻസ് മാൻ. ഓക്കെ, അതായത് ചുരുക്കത്തിൽ യഥാർത്ഥത്തിൽ റിനൈസൻസ് അഥവാ നവോത്ഥാന കാലഘട്ടത്തിലെ അവസാനത്തെ ഒരു അംഗമായിട്ട്, അവസാനത്തെ യഥാർത്ഥ റിനൈസൻസ് മാൻ, അവസാനത്തെ യഥാർത്ഥ നവോത്ഥാന നേതാവ് അല്ലെങ്കിൽ നവോത്ഥാന ആ ഒരു മാൻ എന്നുള്ള ആ ഒരു പദവി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്, സർ വാൾട്ടർ റാലിയാണ്. കാരണം ഇദ്ദേഹത്തിന് ശേഷം ഒരു ട്രൂ റിനൈസൻസ് മാനെ കാണാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ റിനൈസൻസ് നവോത്ഥാനത്തിന്റെ കുറച്ച് അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടാവും ഇവർ എന്ത് ചെയ്തത്, ഇദ്ദേഹത്തെ ഇത്തരത്തിൽ അഭിസംബോധന ചെയ്തത്. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ കാര്യം കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം ഇദ്ദേഹം ഒരു പോയറ്റ് ആണ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി മറ്റ് ഏത് യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ അംഗങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടി ആർക്കുണ്ട്, ഈ സർ വാൾട്ടറിനുണ്ട്. ഇദ്ദേഹം ആരാണ്, ആ ഒരു എക്സ്പ്ലോറർ ആണ്. അതായത് ഒരുപാട് എക്സ്പ്ലോർ, അതായത് നാട് നടന്നു ചുറ്റി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ ഇദ്ദേഹം ഒരു സോൾജിയർ ആണ്, ഒരു പട്ടാളക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഓതർ ആണ്. അതേപോലെ തന്നെ ഇദ്ദേഹം ആരാണ്, ഒരു സെപ്റ്റിക് കൂടിയാണ് ഇദ്ദേഹം. ഓക്കെ, സോ ഇത്രയും പദവികൾ, അതായത് സോൾജിയർ ആയിട്ടുള്ള ഒരു പോയറ്റ് ആണ് ആര്, സർ വാൾട്ടർ. ഓക്കെ, മാത്രമല്ല ഇദ്ദേഹം എക്സ്പ്ലോറർ ആണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കുറച്ച് വർക്ക്സുകളിൽ നമുക്ക് അതിന്റെ ഒരു അംശം നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബുക്ക് നോക്കാം, അതായത് ദ ഡിസ്കവറി ഓഫ് ഗുവാന. ഓക്കെ, ഗുവാന, അതായത് ഈ ഒരു പുസ്തകം ഈ ഒരു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് അഥവാ ഒരുപാട് പേര് ഇദ്ദേഹത്തിന് ഈ സർ വാൾട്ടറിന് ഉണ്ടാക്കി കൊടുത്ത അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് ദ ഡിസ്കവറി ഓഫ് ഗുവാന. മനസ്സിലായല്ലോ? മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് എടുക്കുമ്പോൾ എലിസബത്ത് ഫോംസ്, ഓക്കെ, എലിസബത്ത് കാലഘട്ടത്തിൽ ഒരുപാട് ഫോംസുകൾ അല്ലെങ്കിൽ എലിസബത്ത് കാലഘട്ടത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ പോയംസിൽ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഇൻക്ലൂഡ് ചെയ്തിരുന്നു. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലാണ് സർ വാൾട്ടറിന് ഇംഗ്ലീഷ് അഥവാ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ തീംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത്തരത്തിലാണ് ഇത് കാരണമായത്. മനസ്സിലായല്ലോ? സോ നമുക്കിനി അടുത്തൊരു വ്യക്തിയെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പഠിച്ചു അല്ലേ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട, എന്തായാലും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സുകളാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞു തരുന്ന പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് അത്രയും പോയിന്റ്സ് അഥവാ എക്സാമിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്യുക എന്നതിലുപരി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് എന്തുകൂടി എയിം ചെയ്യണം, അത്രയും നോളേജ് കൂടി ഗെയിൻ ചെയ്യണം എന്നുള്ള ഒരു എയിം കൂടി നമുക്ക് ഉണ്ടാവേണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭംഗിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ കം ടു ദ ലെസൺ. നമുക്കിനി നോക്കാം അടുത്തത്. നമുക്ക് നോക്കാം ബെൻ ജോൺസൺ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, യൂണിവേഴ്സിറ്റി വിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്, ബെൻ ജോൺസൺ. ഇദ്ദേഹം 1572 കാലഘട്ടം മുതൽ 1637 കാലഘട്ടം വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലയളവ് അഥവാ ഇദ്ദേഹം ജീവിച്ച കാലഘട്ടം. നമുക്ക് നോക്കാം. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഇംഗ്ലീഷ് റിനൈസൻസ്, ഓക്കെ, ഇംഗ്ലീഷ് നവോത്ഥാന ഡ്രാമാറ്റിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ആക്ടർ ആണ്, അതേപോലെ തന്നെ ഒരു പോയറ്റ്, ഒരു കവി കൂടിയാണ്. ഈ 3 പദവി, അതായത് ഇദ്ദേഹം നവോത്ഥാന കാലഘട്ടവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, ബെൻ ജോൺസൺ. മനസ്സിലായല്ലോ? വില്യം ഷേക്സ്പിയറിന് ശേഷം, യഥാർത്ഥത്തിൽ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ വില്യം ഷേക്സ്പിയറിന് ശേഷം അഥവാ ആദ്യം നിൽക്കുന്നത് വില്യം ഷേക്സ്പിയർ ആണ്. അതിനുശേഷം ആൾക്കാർ ഒരുപാട് കൂടുതൽ എൻജോയ് ചെയ്ത വർക്ക്സുകളും അതേപോലെ തന്നെ ഒരുപാട് പാടിപ്പുകഴ്ത്തിയതും ആരെയാണ്, ബെൻ ജോൺസണെയാണ്. ഓക്കെ, വില്യം ഷേക്സ്പിയർ ഒന്നാമത് നിൽക്കുമ്പോൾ തൊട്ടു താഴെ രണ്ടാമതായി കാണാൻ സാധിച്ചത് ആരെയാണ്,
ബെൻ ജോൺസണെയാണ്. മനസ്സിലായല്ലോ. സോ നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകൾ ഏതാ നോക്കാം. ദി ആൽക്കമിസ്റ്റ് ആൻഡ് വോൾപോണി ആൻഡ് അതേപോലെ തന്നെ ദി സൈലന്റ് വുമൺ. ഇത്തരത്തിലുള്ള കുറച്ച് വർക്ക്സുകളൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ബെൻ ജോൺസന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ ദി ആൽക്കമിസ്റ്റ് ഒക്കെ ഇന്നും ഒരുപാട് ആൾക്കാർ വായിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ അല്ലെ ഒരുപാട് നല്ല കമന്റ്സുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആൽക്കമിസ്റ്റിനെ കുറിച്ച് ഇന്നും അല്ലെ. സോ വായിച്ചില്ലെങ്കിൽ അതൊക്കെ പോയി വായിക്കുക. സോ ഇത്തരത്തിലൊക്കെയാണ് എന്ത് ബെൻ ജോൺസൺ ഇംഗ്ലീഷ് ട്രാവലർ അഥവാ യൂണിവേഴ്സിറ്റി വിറ്റ്സിനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ തന്നെ അങ്ങനെ മാത്രമല്ല ഈ വേൾഡിന് തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ്. അതായത് വില്യം ഷേക്സ്പിയർ അല്ലെ. വില്യം ഷേക്സ്പിയറെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഇദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച്. ഇദ്ദേഹത്തിന്റെ പേര് അറിയാത്തവർ വളരെ വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് വില്യം ഷേക്സ്പിയർ അല്ലെ. നമുക്ക് നോക്കാം ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. അതായത് 1564 കാലഘട്ടം മുതൽ 1616 കാലഘട്ടം വരെ ജീവിച്ച വേൾഡ് ഫേമസ് റൈറ്റർ ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു റൈറ്റർ ആണ് ആര്? വില്യം ഷേക്സ്പിയർ. നമുക്ക് നോക്കാം ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന റൈറ്റേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് എമംഗ് ദം. ഓക്കെ, ഈ എഴുത്തുകാരിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് റൈറ്റർ ആയിട്ട് ഇംഗ്ലണ്ടിലെ ദ ഗ്രേറ്റസ്റ്റ് റൈറ്റർ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന ആളാണ് ആര്? വില്യം ഷേക്സ്പിയർ. നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന് ഒരുപാട് വിളിപ്പേരുകളുണ്ട്. ഓക്കെ, അത് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കണം. അതായത് ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ്, ഇംഗ്ലണ്ടിന്റെ നാഷണൽ പോയറ്റ്. ഓക്കെ, നാഷണൽ പോയറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ഷേക്സ്പിയർ ആണ്. അതേപോലെ തന്നെ വില്യം ഷേക്സ്പിയറിന്റെ മറ്റൊരു പേരാണ് എന്ത്? ബാർഡ് ഓഫ് ഏവൺ. തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിച്ച ചോദ്യമാണ്. എന്താണ്? വില്യം ഷേക്സ്പിയറുടെ രണ്ട് പേരുകളാണ് എന്ത്? ഒന്ന് ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ്. ഓക്കെ, ഇംഗ്ലണ്ടിന്റെ ദേശീയ കവി എന്നൊക്കെ അറിയപ്പെടുന്നു. മാത്രമല്ല ബാർഡ് ഓഫ് ഏവൺ അല്ലെ. അതെന്തുകൊണ്ടാണ് ബാർഡ് ഓഫ് ഏവൺ എന്ന പേര് വന്നത്? അത് നമുക്ക് ഇന്ന് നോക്കാം. ഇപ്പൊ ഇത് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിന്റെ മറ്റൊരു വിളിപ്പേരാണ് എന്ത്? ബാർഡ് ഓഫ് ഏവൺ. നമുക്ക് നോക്കാം ഇദ്ദേഹം ചുരുക്കത്തിൽ 37 പ്ലേസ് ആണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ 154 സോണറ്റുകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇനി പോയംസ് കവിതകളുടെ കാര്യം എടുക്കുമ്പോൾ വലിയ രീതിക്ക് അതായത് ഒരുപാട് നെറേറ്റീവ് ആയിട്ടുള്ള ലോങ് ആയിട്ട് നെറേറ്റീവ് ചെയ്തിട്ട് ഇദ്ദേഹം 2 കവിതകളാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇത് കൂടാതെ വേറെയും ചില പോയംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹം എത്ര പ്ലേസ് എഴുതി, എത്ര സോണറ്റുകൾ എഴുതി, എത്ര പോയംസ് എഴുതി എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എത്ര പ്ലേസ് എഴുതി? 37 പ്ലേസ് എഴുതി. സോണറ്റുകൾ എത്രണ്ണാണ്? 154 സോണറ്റ്. ഷേക്സ്പിയറൻ. ഓക്കെ, ഷേക്സ്പിയറൻ സോണറ്റുകൾ എത്രണ്ണാണ്? 154 സോണറ്റുകളെയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പോയംസ്, there are 2 long narrative poems written by വില്യം ഷേക്സ്പിയർ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ ഇദ്ദേഹത്തിന്റെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വർക്ക്സുകളും ഒരുപാട് ഭാഷയിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും ഫേമസ് ആയ വർക്ക്സുകളാണ് ഇതെല്ലാം. മനസ്സിലായല്ലോ. ഇനി ഇദ്ദേഹത്തിന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള അതായത് പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്, ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇദ്ദേഹം സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ ഏവണിലാണ് ഇദ്ദേഹത്തിന്റെ ജനനവും. ഇദ്ദേഹം വളർന്നതും എവിടെ തന്നെയാണ്? സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ ഏവണിൽ തന്നെ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ ജനനമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, ഇദ്ദേഹം ജനിച്ച ദിവസമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് ഏപ്രിൽ 26-ാം തീയതി 1564 ആണ്. അതായത് യഥാർത്ഥത്തിൽ ഏപ്രിൽ 26-ന് ആണോ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ മരണ തീയതി ഏത് ദിവസം തന്നെയാണ്? ഏപ്രിൽ 26-ന്. സോ അതുകൊണ്ട് തന്നെ ജനന ദിവസമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന ഒരു ഡേറ്റ് ആണ് എന്ത്? ഏപ്രിൽ 26. സോ നമുക്ക് നോക്കാം ഏപ്രിൽ 26-ാം തീയതിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ ഏവണിൽ ഇദ്ദേഹം ജനിച്ചത്. മാത്രമല്ല അതിനുശേഷം ഇദ്ദേഹത്തിന്റെ 18-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം അന്നെ ഹെത്വേ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇദ്ദേഹം വിവാഹം ചെയ്യുകയും പിന്നീട് ഇദ്ദേഹത്തിന് 3 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അവരാണ് ആര്? സൂസന്ന. ഒന്നാമത്തെ പെൺകുട്ടിയാണ് ആര്? സൂസന്ന. പിന്നീട് ഉണ്ടായിരുന്ന 2 പേരും ട്വിൻസ് ആയിരുന്നു. അവരുടെ പേരാണ് ഹാംനെറ്റും ജൂഡിത്തും.
അന്നെ ഹത്വേ ആണ് ഭാര്യ. 18-ാം വയസ്സിലാണ് വിവാഹം ചെയ്തത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് നോക്കാനുള്ളത്. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ലണ്ടനിലോട്ട് വരികയും ഇദ്ദേഹത്തിന്റെ കരിയർ എവിടെയായിരുന്നു, കരിയർ മുഴുവനും ലണ്ടനിലായിരുന്നു. ലണ്ടനിൽ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയായ ലോർഡ് ചാംബർലീസ് മെൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ, പിന്നീട് അത് അറിയപ്പെട്ടത് കിങ്സ് മെൻ എന്നുള്ള പേരിലാണ് പിന്നീട് ആ കമ്പനി അറിയപ്പെട്ടത്. പക്ഷെ ആ ഒരു കമ്പനിയിൽ ഇദ്ദേഹം ജോയിൻ ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന്റെ കരിയർ ഒക്കെ അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, വളർന്നു പോയത്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അതായത് ഏപ്രിൽ 23 തീയതി 1616 കാലഘട്ടത്തിൽ ഇദ്ദേഹം മരണമടയുകയുമാണ് ഇദ്ദേഹം ചെയ്തത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വില്യം ഷേക്സ്പിയറിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു, ഇത്തരത്തിലായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ വർക്ക്സുകളെ കുറിച്ച്. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, 37 പ്ലേസും അതേപോലെ തന്നെ 154 സോണറ്റും 2 ലോങ് നറേറ്റീവ് പോയംസ് ഒക്കെയാണ് ഇദ്ദേഹം രചിച്ചിരുന്നത്. അതിന്റെ ഒക്കെ പ്രധാന തീംസ് അഥവാ ഈ പ്ലേസ്, ഇദ്ദേഹം എഴുതിയ 37 പ്ലേസിന്റെയും പ്രധാന തീം എന്ന് പറയുന്നത് കോമഡിയും ഹിസ്റ്ററിയാണ്. ഓക്കെ, കോമഡിക് തീമും ആൻഡ് ഹിസ്റ്റോറിയൻ തീമും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്ലേസിൽ പലപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, കടന്നു വരാറുള്ളത്. ഓക്കെ, അങ്ങനെ അവസാനം 16-ാമത്തെ നൂറ്റാണ്ടിന്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും ഇദ്ദേഹം അത്രയും ഫേമസ് ആയ ഇംഗ്ലണ്ടിലെ ഒരു റൈറ്റർ, ഒരു എഴുത്തുകാരനായിട്ട് ഇദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്ലേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു തീമാണ് ട്രാജഡി, ദുരന്തം. അല്ലെ, ട്രാജഡി എന്താണെന്നൊന്നും ചോദിക്കരുത്, കാരണം ഇതൊക്കെ നമ്മൾ ലിറ്ററേച്ചർ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. അങ്ങനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ട്രാജഡി നോക്കട്ടെ. ഇദ്ദേഹം ട്രാജിക് പ്ലേസ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നതാണ് ഒതെല്ലോ, ഹാംലെറ്റ്, അതേപോലെ തന്നെ കിങ് ലിയർ ആൻഡ് മാക്ബെത്ത്. ഈ 4 നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ട്. തനിയെ എടുത്ത് ഇതിന്റെ മാക്ബെത്തിലെയും ഒതെല്ലോന്റെയും സ്റ്റോറി, അതായത് ഹാംലെറ്റിന്റെ എല്ലാതിന്റെയും സ്റ്റോറി നമുക്ക് ഇനി വരുന്ന യൂണിറ്റുകളിലൊക്കെ ഡിസ്കസ് ചെയ്യണം. സോ ഇപ്പൊ അറിഞ്ഞു വെക്കുക, ഇദ്ദേഹത്തിന്റെ ട്രാജിക് പ്ലേസിന്റെ എണ്ണത്തിൽ നമ്മൾ കണക്കൂട്ടുന്ന ഏതൊക്കെയാണ്, ഒതെല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ ആൻഡ് മാക്ബെത്ത്. ഓക്കെ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ട്രാജിക് പ്ലേസ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇനി ഇദ്ദേഹത്തിന്റെ കരിയർ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ കരിയറിൽ ഉണ്ടായിരുന്ന എഴുത്തുകളെ സ്കോളേഴ്സ് 4 സ്റ്റേജസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടം യഥാർത്ഥത്തിൽ 1090 കാലഘട്ടത്തിന്റെ മിഡിൽ ആയപ്പോഴേക്കും ഇദ്ദേഹം, അതായത് വില്യം ഷേക്സ്പിയർ എന്ത് ചെയ്യാൻ തുടങ്ങി, റോമൻ ആൻഡ് ഇറ്റാലിയൻ മോഡൽ ഹിസ്റ്ററി പ്ലേസുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇദ്ദേഹം ചില കോമഡീസ് ഒക്കെ എന്ത് ചെയ്തു, തീമാക്കിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. മനസ്സിലായത്? റോമൻ ഇറ്റാലിക് മോഡലുമായിട്ട് കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, വില്യം ഷേക്സ്പിയർ ഇത് രചിച്ചത്. ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ സ്റ്റേജ് 1595-ലാണ് ആരംഭിക്കുന്നത്. അതായത് വില്യം ഷേക്സ്പിയറുടെ കരിയറിന്റെ രണ്ടാമത്തെ സ്റ്റേജ് 1595-ലാണ് തുടങ്ങുന്നത്. അതായത് 1595-ൽ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ട്രാജഡി എഴുതി. അതായത് റോമിയോ ജൂലിയറ്റ്, അറിയാലോ അല്ലെ, റോമിയോ ജൂലിയറ്റ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ്. ഈ വർക്ക് 1595 ഒരു ട്രാജഡി വർക്കാണ്. അതിൽ തുടങ്ങി അവസാനം 1599-ൽ ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ മറ്റൊരു ട്രാജഡിയിലൂടെ ഇദ്ദേഹത്തിന്റെ ഈ കരിയറിന്റെ സെക്കൻഡ് സ്റ്റേജ് കൂടി ഇദ്ദേഹം എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1600 കാലഘട്ടം ആകുമ്പോഴേക്കും 1600-ന്റെയും 1608-ന്റെയും ഇടയിലുള്ള ആ ഒരു കാലഘട്ടത്താണ് ഇദ്ദേഹത്തിന്റെ കരിയറിന്റെ മൂന്നാമത്തെ സ്റ്റേജ് നിലകൊള്ളുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാജിക് പീരിയഡ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഒരുപാട് ട്രാജിക് ആയിട്ടുള്ള കുറെ വർക്കുകൾ ഇദ്ദേഹം ചെയ്തു. ഒരുപാട് എഴുതി അതായത് ഇപ്പോ ട്രാജിക് ഏതൊക്കെ നമുക്കറിയാം, ഒതെല്ലോ, ഹാംലെറ്റ്, കിങ് ലിയർ അല്ലെ, അതേപോലെ മാക്ബെത്ത്, ഇതൊക്കെ ട്രാജിക് തന്നെയാണ്. സോ ഇതുപോലെ ഒരുപാട് ട്രാജഡി പീരിയഡ് അല്ലെ, ഒരുപാട് ട്രാജഡി ആയിട്ടുള്ള കുറെ വർക്ക്സുകൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലാണ് ആര് രചിച്ചത്, വില്യം ഷേക്സ്പിയർ രചിച്ചത്. പിന്നീട് അങ്ങോട്ട് വരുന്ന 1613 കാലഘട്ടത്തിൽ മുതലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നാലാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജില് ഇദ്ദേഹം ട്രൈ കോമഡീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് റൊമാൻസ്, ട്രൈ കോമഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൊമാൻസ് ആണ്. ഇതിന് ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇദ്ദേഹം വർക്കുകൾ എഴുതാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ഇങ്ങനെ 4 രീതിക്കാണ് വില്യം ഷേക്സ്പിയറുടെ കാലഘട്ടത്തിനെ
പ്രധാനപ്പെട്ട സ്കോളേഴ്സ് തരംതിരിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം ഇദ്ദേഹം എഴുതിയ ട്രാജഡീസിൽ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് ആയി ഇദ്ദേഹം രചിച്ച ട്രാജഡീസ് ഏതാണ് എന്ന് നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല ആന്റണി ആൻഡ് ക്ലിയോപെട്ര എന്ന് പറഞ്ഞ വർക്കും അതേപോലെ തന്നെ കൊറിയോളാനസ് എന്ന് പറഞ്ഞ മറ്റൊരു വർക്കുമാണ് ഇദ്ദേഹം അവസാനമായി രചിച്ച ട്രാജഡീസ്. ഏതൊക്കെയാണ്? ആന്റണി ആൻഡ് ക്ലിയോപെട്ര ആൻഡ് ദെൻ കൊറിയോളാനസ് അല്ലേ. ഇങ്ങനെ ഈ രണ്ട് ട്രാജഡികളാണ് ഇദ്ദേഹം അവസാനമായിട്ട് രചിച്ചത്. ഇനി നമുക്ക് നോക്കാം ഷേക്സ്പിയറിൻ പോയംസിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇദ്ദേഹം 1593 അതേപോലെ തന്നെ 1594 ഈ ഒരു കാലയളവിലാണ് ഷേക്സ്പിയർ ഇദ്ദേഹം എന്ത് ചെയ്തത്? ഒരുപാട് പോയംസ് രചിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, 2 ലോങ് നെറേറ്റീവ് ആയിട്ടുള്ള 2 പോയംസ് ഇദ്ദേഹം രചിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്ലേഗ് മൂലം ഈ തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്ത് കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സോ ആ ഒരു ഇടവേളയിലാണ് യഥാർത്ഥത്തിൽ വില്യം ഷേക്സ്പിയർ പോയംസ് കവിതകൾ രചിച്ചത്. ആ 2 കവിതകൾ നമുക്ക് നോക്കാം. അതിലൊന്നാണ് വീനസ് ആൻഡ് അഡോണിസ് ആൻഡ് മറ്റൊന്നാണ് ദി റേപ്പ് ഓഫ് ലൂക്രീസ്. ഓക്കെ, ഇത്തരത്തിൽ ഈ 2 കവിതകളാണ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തത്? വില്യം ഷേക്സ്പിയർ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം ഷേക്സ്പിയറിൻ സോണറ്റുകൾ എന്താന്ന് നോക്കാം. അതായത് 154 സോണറ്റുകളാണ് ഷേക്സ്പിയർ ഇതുവരെയും രചിച്ചതായി നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമുക്ക് ലഭിച്ചത് 154 സോണറ്റുകളാണ്. ഈ 154 സോണറ്റുകൾ എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സോണറ്റാണ്. കാരണം ഇതിലോടകം തന്നെ എന്താണ് ഷേക്സ്പിയറിൻ സോണറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സോണറ്റിന്റെ പുതിയൊരു പ്രതിച്ഛായ തന്നെ അവിടെ ഉണ്ടായി മാറുകയാണ്. നമുക്കറിയാം ഈ ഷേക്സ്പിയറിൻ സോണറ്റിനെ ഇന്ന് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇംഗ്ലീഷ് സോണറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കും. സോ നമുക്കറിയാം സ്പെൻസറിയൻ സോണറ്റ് അറിയാം, അതേപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? ഷേക്സ്പിയറിൻ സോണറ്റ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചത്. യൂണിവേഴ്സിറ്റി വിക്സിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരാണ്, അവരൊക്കെ ഏത് രീതിക്കാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. കുറച്ച് വലിയ പാഠം തന്നെയാണ് അല്ലെ, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് നന്നായി ശ്രദ്ധിച്ച് പഠിക്കാനുള്ള ഒരു പാഠമാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ലെസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.